ഓക്കെ, സ്റ്റെബിലിറ്റി അനാലിസിസ്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഡാം എന്ന് പറയുന്ന ഇതാണ് സംഭവം. അപ്പം ഡാമിൽ ആക്ട് ചെയ്യുന്ന മെയിൻ 3 ഫോഴ്സസിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് ഡാം, അത് താഴോട്ട് ആക്ട് ചെയ്യുന്നത് ഡാമിൻ്റെ സെൽഫ് വെയിറ്റ്. രണ്ടെന്ന് പറയുന്നത് അപ്ലിഫ്റ്റ്, അതായത് അപ്സ്ട്രീമിൽ നിന്ന് വെള്ളം സീപ്പ് ചെയ്ത് താഴോട്ട് വരുമ്പം ഇവിടെ സാച്ചുറേറ്റഡ് സോയിലായിരിക്കും, അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫൗണ്ടേഷൻ ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ്. മൂന്നെന്ന് പറയുന്നത് വാട്ടർ പ്രഷർ. വാട്ടർ പ്രഷർ നമുക്ക് മെയിൻലി വരുന്ന അപ്സ്ട്രീമിലാണ്. അപ്സ്ട്രീമിൽ എങ്ങനെ ആയിരിക്കും വാട്ടർ പ്രഷർ, ഡൗൺ സ്ട്രീമിലോട്ട് ഇങ്ങനെ ആയിരിക്കും നമുക്ക് വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഇനി ചില കേസസിൽ ഡൗൺ സ്ട്രീമിൽ നമുക്ക് ടെയിൽ വാട്ടർ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടെയിൽ വാട്ടറിൽ ഇവിടെയും എന്തുണ്ടെന്ന് പറയാം, വാട്ടർ പ്രഷർ എങ്ങോട്ടായിരിക്കും, അപ്സ്ട്രീമിലോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ 3 ഫോഴ്സസ്. ഓക്കെ, ഇതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡൗൺ സ്ട്രീമിലെ ടെയിൽ വാട്ടർ അനലൈസ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ വാട്ടർ പ്രഷറിൻ്റെ ഒരു കമ്പോണൻറ്റ് താഴോട്ട് വരും. അതേ രീതിയിൽ തന്നെ നമുക്കിപ്പം ഈ ഒരു ഷേപ്പിലാണ് ഡാം തന്നേക്കുന്നതെങ്കിൽ ഇത്രയും ഭാഗത്തെ വാട്ടർ പ്രഷർ എന്തായിരിക്കും, താഴോട്ടായിരിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ മനസ്സിലാവും. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്പോൾ നമുക്ക് ഗാലറി ഉള്ള കേസാണ്, ഗാലറി ഉള്ളൊരു കേസുണ്ട്, ഗാലറി ഇല്ലാത്ത കേസുണ്ട്. അപ്പം ഗാലറി ഇല്ലാത്ത കേസാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ യൂണിഫോം ആയിട്ടായിരിക്കും അപ്ലിഫ്റ്റ് കുറഞ്ഞു വരുന്നത്. ഗാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സഡൻ ഡിപ്പ് ഉണ്ടാവും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ഗാലറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇവിടുത്തെ മാക്സിമം അപ്ലിഫ്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത്, ഗാമ ഡബ്ല്യുവിൻ്റെ എച്ച് ആയിരിക്കും ഈ പോയിന്റിൽ, അതായത് ഹീലിൽ വരുന്ന മാക്സിമം അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യുവിൻ്റെ എച്ച് ആയിരിക്കും. അതേ രീതിയിൽ ടോയിൽ വരുന്ന എത്ര ആയിരിക്കും, ഡൗൺ സ്ട്രീമിൽ വരുന്നത് ഇവിടെ ടെയിൽ വാട്ടർ ഉണ്ടായതുകൊണ്ട് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ് ആയിരിക്കും ടെയിൽ വാട്ടർ ഉണ്ടായത്. ഇനി ടെയിൽ വാട്ടർ ഇല്ലെങ്കിൽ ഇവിടെ 0 തന്നെ ആയിരിക്കും. ടെയിൽ വാട്ടർ ഇല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ ഇവിടെ വന്ന് ഫിനിഷ് ചെയ്യും. ടെയിൽ വാട്ടർ ഉണ്ടായതുകൊണ്ടാണ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ് വന്നേക്കുന്നത്, ടെയിൽ വാട്ടറിൻ്റെ ഹൈറ്റ്. അപ്പം അപ്ലിഫ്റ്റ് പ്രഷറിന് അപ് സ്ട്രീമിൽ ഗാമ ഡബ്ല്യു എച്ച്, ഡൗൺ സ്ട്രീമിൽ ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്. ഇനിയിപ്പോൾ നമുക്ക് ഗാലറി വരുവാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഗാലറി വരുന്ന പോയിന്റിലെ വാട്ടർ പ്രഷർ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്, അതായത് ഡൗൺ സ്ട്രീമിലെ അപ്ലിഫ്റ്റ് പ്ലസ് 1/3 ഓഫ് ഗാമ ഡബ്ല്യു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു എച്ച് ഡാഷ്, 1/3 ഓഫ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഡൗൺ സ്ട്രീമിലെ അപ്ലിഫ്റ്റ് പ്ലസ് 1/3 ഓഫ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് നമ്മുടെ ഗാലറി വരുമ്പോൾ ഉള്ള പോയിന്റിലെ അപ്ലിഫ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ അപ്ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് സ്റ്റെബിലിറ്റി അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ ഈ ഒരു ടേബിൾ വരയ്ക്കും. അതായത് ടേബിളിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് ദി ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, ഡിസ്റ്റൻസ് ടു ടോ, മൊമെൻറ്റ് എബൌട്ട് ടോ, അതായത് ടോയിനെ വെച്ചിട്ട് എബൌട്ട് ടോയിൽ വെച്ചിട്ട് ഈ ഡാമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സസ് ഉണ്ട്, അപ്ലിഫ്റ്റ് ഫോഴ്സസ് ഉണ്ട്, വാട്ടർ പ്രഷർ ഫോഴ്സസ് ഉണ്ട്. ഈ 3 ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യമേ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും, സെൽഫ് വെയിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും, അപ്ലിഫ്റ്റ് ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും, വാട്ടർ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കും. ഇവിടെ അപ്ലിഫ്റ്റ് ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡ് U1, U2, U3, U4 എന്ന് പറയാൻ കാരണം നമുക്കിവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് അപ്ലിഫ്റ്റ് ഫോഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനും മൊമെൻറ്റിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ടോയിൽ നിന്നുള്ള ഒറിജിൻ കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷേപ്പിനെ നമ്മൾ പല ഷേപ്പാക്കി മാറ്റും. അതായത് ഇങ്ങനെ 4 ഷേപ്പാക്കി മാറ്റും. അതായത് ഒരു ട്രയാങ്കിൾ ഇവിടെ U1 വരും, U2 വരും, ഇവിടെ U3 വരും, U4 വരും. അങ്ങനെ 2 ട്രയാങ്കിളും 2 റെക്ടാങ്കിളുമായിട്ട് മാറ്റിയിട്ടാണ് ഓരോന്നിൻ്റെയും ഫോഴ്സസ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ U1, U2, U3, U4, ഇവിടെ W1, W2 ഇതേ രീതിയിലാണ് നമ്മൾ ഡാമിനെ 2ആയിട്ട്, ഈ ട്രയാങ്കിൾ ഭാഗവും ഒരു റെക്ടാങ്കിൾ ഭാഗമായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ W1, W2 കണ്ടുപിടിച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യും. അപ്പം ഓരോ ഫോഴ്സ് കണ്ടുപിടിക്കുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രം ടോ എത്രയാണെന്ന് നോക്കണം. ഡിസ്റ്റൻസ് ഫ്രം ടോ നോക്കാൻ നേരത്തെ എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ അപ് സ്ട്രീമിൽ വരുന്ന വാട്ടർ പ്രഷറാണെന്ന് വെച്ചോ, അത് എത്ര ആയിരിക്കും, ബേസിൽ നിന്നും 1/3 ഹൈറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഈ വാട്ടർ പ്രഷറിൻ്റെ. അപ്പോൾ എന്തായിരിക്കും, ടോയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, 1/3 ആയിരിക്കും. ഈ ഹൈറ്റിൻ്റെ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എച്ച് ആണ് ഹൈറ്റ് വന്നേക്കുന്നത്. ഈ ക്യാപിറ്റൽ എച്ചിൻ്റെ 1/3 P1 ആക്ട് ചെയ്യുന്നത്. അതേ രീതിയിൽ W1 എത്രയായിരിക്കും, W1 ആക്ട് ചെയ്യുന്നത് ഈ W2ൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു 50 മീറ്ററാണ്. ഈ 50 പ്ലസ് ഈ വിഡ്ത്തിൻ്റെ പാതി റിസൾട്ടൻ്റെ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ നോക്കുന്നത്. W1 ആക്ട് ചെയ്യുന്നതിൻ്റെ എത്ര ഡിസ്റ്റൻസിലാണ്, ഫ്രം ടോ എത്ര ഡിസ്റ്റൻസിലാണ്. ഇതേ രീതിയിൽ നമ്മൾ ഓരോന്നിൻ്റെയും നോക്കണം. അതാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം ടോ എടുത്ത് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് W1, W2, P1 ഉണ്ട്, P2, P3, പിന്നെ അപ്ലിഫ്റ്റ് ഫോഴ്സസ്. അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക. W1 എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത്
എന്താണ് ഹൈറ്റ് ഓഫ് ദി ഡാം തന്നിട്ടുണ്ട് 80 മീറ്റർ പ്ലസ് 4 മീറ്റർ ഫ്രീ ബോർഡ്. അപ്പം 84 ഇൻറ്റു 6 മീറ്റർ, നമ്മുടെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്ററാണ്. അതിൻ്റെ 6 മീറ്റർ ഇൻറ്റു 23.5 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, അതായത് യൂണിറ്റ് വെയിറ്റ് ആണ്. ഇൻറ്റു 1 മീറ്റർ ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മീറ്റർ ലെങ്ത് ഓഫ് ദി ഡാം ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ ഇങ്ങനെ നമുക്ക് ഒരു റിവർ ഇങ്ങനെ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ലെങ്ത് ഫുള്ളായിട്ട് നമ്മൾ ഡാം പണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു 1 മീറ്റർ സെക്ഷനാണ് നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിസിന് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ അതാണ് നമുക്ക് ഇവിടെ 1 വന്നേക്കുന്നത്. അങ്ങനെ W1 നമ്മൾ നോക്കി. ആക്ടിങ് ഫ്രം എന്താണ് 53 മീറ്റർ ഫ്രം ടോ. അങ്ങനെ ഇവിടുത്തെ 50 മീറ്റർ പ്ലസ് ഈ 6ൻ്റെ പാതി 3 മീറ്റർ, അങ്ങനെയാണ് നമുക്ക് 53 മീറ്റർ ഫ്രം ടോ കിട്ടുന്നത്. അതേ രീതിയിൽ തന്നെ W2 ചെയ്യുന്നു. ഇനി എന്താ, ഇത് രണ്ടും നമുക്ക് എഴുതി വെക്കാം. W1 W2 മാഗ്നിറ്റ്യൂഡ് ഇത്ര, ഡിസ്റ്റൻസ് ഫ്രം ടോ ഇത്ര. അത് വെച്ച് നമുക്ക് എന്താ മൊമെൻറ്റും കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരുന്നത്, കാരണം ടോ ഇവിടെ ആണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്, നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇതേ രീതിയിൽ ഓക്കെ. അങ്ങനെ നമ്മൾ എന്താണ് W1 കണ്ടുപിടിക്കുന്നു, P1 കണ്ടുപിടിക്കുന്നു. P1 കണ്ടുപിടിക്കുന്നതിന് ഇവിടെ ഹാഫ് 9.81 ഇൻറ്റു 80 ഇൻറ്റു 80 ഇൻറ്റു 1 എന്ന് എഴുതിയേക്കുന്നതിനകത്ത് ഹാഫ് ഒമേഗ ഡബ്ല്യു എച്ച് ഇൻറ്റു എച്ച് ആണ് എഴുതിയിരിക്കുന്നത്. ഒമേഗ ഡബ്ല്യു ആണ് നമുക്ക് ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എച്ച് ആണ് എഴുതിയേക്കുന്നത്. ഗാമ ഡബ്ല്യു ആണ് 9.81, ആദ്യമത്തെ എച്ച് ആണ് 80 മീറ്റർ എന്താണ് ഹൈറ്റ് ഓഫ് വാട്ടർ. പിന്നെ അടുത്ത എച്ച്. ഇങ്ങനെയാണ് P1. ഇതേ രീതിയിൽ P2 കണ്ടുപിടിക്കുന്നു. P3 കണ്ടുപിടിക്കുന്നത് എങ്ങനെ? P3 കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇവിടുത്തെ സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഡൗൺ സ്ട്രീമിലെ ടെയിൽ വാട്ടറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 6 മീറ്റർ. അപ്പം നമുക്ക് ഇവിടുത്തെ ഇത് എത്ര ഹൈറ്റ് ആണെന്നറിയാം, 6 മീറ്റർ ഹൈറ്റ് ആണെന്നറിയാം. അപ്പോൾ കറസ്പോണ്ടിങ് ഹൊറിസോണ്ടൽ എത്ര ആയിരിക്കും? ഇവിടെ 3 to 2 ആണ്. അപ്പം ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ നമുക്ക് 4 മീറ്റർ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഹാഫ് 4 ഇൻറ്റു 6 ഇൻറ്റു 1 ഇൻറ്റു 9.81 യൂണിറ്റ് വെയിറ്റ്. അത്രയും P3 ആയിരിക്കും നമുക്ക് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത്. ആക്ടിങ് ഫ്രം ഡിസ്റ്റൻസ് നമുക്ക് എന്താ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1/3 ഓഫ് 4 ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 1.33 കിട്ടി. ഇനി അപ്സ്ട്രീം അപ്ലിഫ്റ്റ് കണ്ടുപിടിക്കുന്നതിന് ഇതേ രീതി തന്നെ U1 U2 U3 U4 ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിന്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് തരും. അതായത് ഇവിടെ 0 ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ് ആയിരിക്കും ഇവിടുത്തെ വാല്യൂ. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡാഷ് പ്ലസ് 1/3 ഗാമ ഡബ്ല്യു എച്ച് മൈനസ് എച്ച് ഡാഷ്. ഇതേ രീതിയിൽ ഇവിടെ വരുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ആയിരിക്കും. അങ്ങനെ ഓരോ പോയിന്റിന്റെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അതായത് U3ന്റെ ഈ ഒരു ഏരിയ, U4ന്റെ ഏരിയ, U1ന്റെ ഏരിയ, U2ന്റെ ഏരിയ, ഇങ്ങനെ നമ്മൾ ഓരോന്നിന്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ഇൻറ്റു എന്താണ് 1 മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ 1 മീറ്റർ എന്ന് വെച്ചാൽ ആ 1 മീറ്റർ നമ്മൾ ലെങ്ത് ഓഫ് ഡാം എസ്റ്റിമേറ്റ് ചെയ്ത് അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് കിട്ടും. ഓരോ U1 U2 U3 കാരണമുള്ള കറസ്പോണ്ടിങ് അപ്ലിഫ്റ്റ് കിട്ടും. ആ അപ്ലിഫ്റ്റ് അത് ഓരോ ഫോഴ്സസ് ആണ്. U1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, U2. അപ്പോൾ നമ്മൾ ഇതിനെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് ഫ്രം ടോ കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫ്രം ടോ കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ U1 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 48 പ്ലസ് 4 മീറ്റർ ആയിരിക്കും U1 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അത് പക്ഷേ U2 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് അത്രയല്ലായിരിക്കും. 48 പ്ലസ് എത്രയാണ്? 2/3 ഓഫ് 8 മീറ്റർ ആയിരിക്കും U2 ആക്ട് ചെയ്യുന്നത്. അതേ രീതിയിൽ U4ന്റെ U3നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണ് ടോയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്.